നമസ്കാരം, മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം. LDFന് തോൽവി ഉണ്ടായാൽ മാണി ഗ്രൂപ്പ് മുന്നണി വിടും. മറ്റു ചില ചെറു പാർട്ടികളും ഇതേ നിലപാടിൽ നിൽക്കുകയാണ്. നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിൽ ക്ഷീണമുണ്ടാകുന്ന ഫലമാണ് പുറത്തു വരുന്നതെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണി വിടും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നൽകിയ കോട്ടയം സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ വലിയ വെല്ലുവിളിയെ നേരിടുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മാത്രവുമല്ല, പല മാധ്യമങ്ങളും ഏജൻസികളും നടത്തിയ സർവേ റിപ്പോർട്ടുകളിൽ കോട്ടയം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ ഫ്രാൻസിസ് ജോർജിന് വിജയം പ്രവചിക്കുന്ന ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ഒരുപറ്റം നേതാക്കൾ ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിരുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടനെ തരം താഴ്ത്തുന്ന വിധത്തിൽ കേരള യാത്ര പരിപാടിക്ക് ഇടയിൽ പ്രസംഗിച്ചത് മാണി ഗ്രൂപ്പ് പ്രവർത്തകരെയും നേതാക്കളെയും വലിയ നിരാശയിലാക്കിയിരുന്നു. മാണി ഗ്രൂപ്പ് പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണി വലിയ തോതിൽ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ പ്രതിഷേധത്തിന് അയവ് വന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയുടെ വിജയകാര്യത്തിൽ പൊതുവേ സംശയം ഉയർന്നിരിക്കുകയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴിക്കാടനെ അപേക്ഷിച്ച് വലിയ തോതിൽ ജനസമ്മതി ഉള്ള ആളായി അംഗീകരിക്കപ്പെട്ടതാണ് ഈ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ അവസരത്തിൽ തോമസ് ചാഴിക്കാടൻ്റെ വിജയ പ്രതീക്ഷയ്ക്ക് കൂടുതൽ മങ്ങൽ ഏൽപ്പിക്കുന്നതായി ആണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. നിലവിൽ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുള്ള മടുപ്പ് വ്യാപകമായി ശക്തി പ്രാപിച്ചു എന്ന വിലയിരുത്തലുമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്തുണ്ടായിട്ടുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും സാധാരണ ജനങ്ങൾക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങളും മുടങ്ങിയതും വലിയ തോതിൽ സർക്കാർ വിരുദ്ധ മാനസിക അവസ്ഥ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് കഴിയുമ്പോൾ കോട്ടയം സീറ്റിൽ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുന്ന പക്ഷം പാർട്ടി ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിലവിൽ ചേർന്ന് നിൽക്കുന്ന മറ്റു ചില ചെറിയ പാർട്ടികളും LDF ബന്ധം ഉപേക്ഷിക്കുന്നതിന് ആലോചിക്കുന്നുണ്ട്. ജനതാദൾ S കൂടാതെ INL എന്നീ ചെറു പാർട്ടികൾ മുന്നണി വിടുന്ന കാര്യം ആലോചിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പിളർപ്പിനെ നേരിട്ട് ആകെ തളർന്നു നിൽക്കുന്ന ശരത് പവാർ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായാൽ മുന്നണി വിടുന്ന കാര്യത്തിൽ ആലോചന നടത്തിയേക്കും എന്നാണ് പൊതുവെ അറിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന അവസരത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ എത്തുമ്പോൾ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കുന്നു എന്നാണ് പല ഏജൻസികളും സർവേകളും പുറത്തുവിടുന്ന വിവരങ്ങൾ. സാധാരണ ജനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ പല സഹായ പദ്ധതികളും മുടങ്ങിയതാണ് സർക്കാർ വിരുദ്ധ വികാരം വ്യാപിക്കാൻ കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചയായി ഇപ്പോഴും നിലനിൽക്കുന്ന മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെയുള്ള അഴിമതി കേസുകളും ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ അഭിപ്രായം ഉണ്ടാക്കിയതായി റിപ്പോർട്ടുണ്ട്. സർക്കാരിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ
പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടും അവയ്ക്ക് ഒരു മറുപടിയും വിശദീകരണം നൽകാതെ മൗനമായി മുന്നോട്ട് നീങ്ങുന്നത് ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കി എന്നും സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിലും അധികാരത്തിന് അടുത്തെങ്ങും എത്താൻ കഴിയില്ല എന്ന സ്ഥിതിയാണ് ഉള്ളത്. കേരളത്തിൽ മാത്രം കോൺഗ്രസ് നയിക്കുന്ന UDFന് കാര്യമായ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമെങ്കിലും ദേശീയതലത്തിൽ ഈ വിജയം ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുമുണ്ട്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും BJP പച്ച തൊടില്ല എന്ന കാര്യത്തിലും ഏതാണ്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒരു സീറ്റിൽ പോലും BJP വിജയം നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇടതു വലത് മുന്നണികൾ ഞെരുങ്ങി നിൽക്കുന്ന ചെറു കക്ഷികൾ BJP മുന്നണിയിലേക്ക് ചുവടുവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിനുള്ള സാധ്യതയില്ല. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ആലോചനകൾക്കും വഴിത്തിരിവുകൾക്കും അരങ്ങൊരുക്കും എന്ന കാര്യം നിശ്ചയമാണ്. സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർച്ചയെ അഭിമുഖീകരിക്കുകയും എന്നാൽ മറുവശത്ത് തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കിയിട്ടും ദേശീയ തലത്തിൽ ഒന്നും ആകാൻ കഴിയാതെ UDF ഒതുങ്ങേണ്ടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും കേരളം ഇനി നേരിടേണ്ടി വരിക. നന്ദി.